ഇടുക്കി ഏലപ്പാറ സർക്കാർ ആശുപത്രിയിൽ രോഗികളും ജീവനക്കാരും ഉപയോഗിച്ചിരുന്നത് മലിനജലം. വെള്ളം ശേഖരിക്കുന്ന പൊതുകുളത്തോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ മാലിന്യ ടാങ്കിൽ നിന്നുമാണ് കുളത്തിലേക്ക് മലിനജലം എത്തിയത്. പൊതുകുളത്തിൽ പെയിന്റ് കലർന്നതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, വളരെ ഗുരുതരമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടുക്കി ഏലപ്പാറ സർക്കാർ ആശുപത്രിയിലെ ജലം, അവിടെ രോഗികളും അതേപോലെ തന്നെ ജീവനക്കാരും ഒക്കെ ഉപയോഗിച്ചു വന്നത് മലിനജലമാണ്. അത് സമീപത്തെ ഒരു സ്വകാര്യ കെട്ടിടത്തിൽ നിന്നും ഉള്ള വെള്ളം ഈ ആശുപത്രിയിലേക്ക് വെള്ളം ശേഖരിക്കുന്ന കുളത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഇവിടെ മലിനജലം എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ പോലീസും പഞ്ചായത്തും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്? ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഏലപ്പാറ പ്രദേശത്തുള്ള ആളുകൾ ഈ ഒരു വിവരം അറിഞ്ഞത് തന്നെ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഏലപ്പാറ ടൗണിന് സമീപം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കുടിവെള്ളം ആവശ്യത്തിനായി ഗ്രാമപഞ്ചായത്ത് ഈ കിണർ നിർമ്മിച്ചത്. ഇതിനുശേഷം ഈ കിണറ്റിലെ വെള്ളമാണ് വർഷങ്ങളായി ഈ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടിരുന്നത്. കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കും എല്ലാമായി ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നലെ അസാധാരണമാവിധം ഈ വെള്ളത്തിന് ഒരു നീല നിറം വ്യാപിച്ചത് കണ്ടു. ഈ പമ്പ് ചെയ്ത് ഈ ടാങ്കിലേക്ക് എത്തിയപ്പോഴാണ് ആശുപത്രി അധികൃതർ ഇത് ശ്രദ്ധിച്ചത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ വെള്ളത്തിൽ കലർന്നിട്ടുള്ളത് പെയിന്റ് ആണ് എന്ന് മനസ്സിലാക്കിയത്.